ഇന്നത്തെ ലൈവിനകത്ത് പെട്ടെന്നൊരു നിമിഷം എല്ലാവരും വിചാരിച്ചു രന ഫാത്തിമയുടെ കാലിൽ കൊണ്ടുവന്ന് അനീഷ് ഇടിച്ചു എന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് വിശദമായി പറയുകയാണെങ്കിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ബുദ്ധിപരമായിട്ട് രന ഫാത്തിമ പോയിട്ട് ഫസ്റ്റത്തെ പൊസിഷൻ പിടിച്ചു. ആ സോഫയിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിൽ പോയിരുന്നു. അതൊരു നല്ല മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഗെയിം മുന്നോട്ട് പോയത്. പക്ഷേ പണി പാളിയത് പിന്നീടായിരുന്നു. ഈ ഒരു പാളിച്ച പറ്റിയത് ഇങ്ങനെയായിരുന്നു. ഓരോരുത്തരായിട്ട് പോയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ട ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അവിടേക്കായിരുന്നു റെനയും പോയത്. എന്നാൽ റെന പോയ സമയം നോക്കി അനീഷ് അവളുടെ സ്ഥാനം പിടിച്ചു പറ്റി. എല്ലാം കഴിഞ്ഞ് റെന വന്നപ്പോഴോ അനീഷ് അവിടെ നിന്ന് എണീക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വളരെ രസകരമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ലൈവ് മുന്നോട്ട് പോയത്. ഒരു സോഫയിലാണ് അനീഷ് ഇരിക്കുന്നത്. സോഫ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പീസ് സോഫയാണ്. ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കേണ്ടതാണിത്. ആ ഒരു സോഫയിലാണ് അനീഷ് ഇരിക്കുന്നത്. അപ്പോൾ കാലെടുത്ത് ഇത് ചേർത്തിടുന്ന ഭാഗത്തേക്ക് അവർ ചേർത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അനീഷ് കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളിപ്പിടിച്ച് അങ്ങോട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രണ ഫാത്തിമ അലറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ രണയുടെ കരച്ചിൽ കേട്ട് ബിഗ് ബോസിലുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ തന്നെയും അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ അനീഷ് പറയുന്നുമുണ്ട്, നാടകമാണ് വിശ്വസിക്കല്ലേ എന്ന്. ഒരു നിമിഷം എല്ലാവരും രണയുടെ ഭാഗത്താണ് ശരിയെന്നും കരുതി. രണയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. അതിലേക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും കാര്യമായിട്ട് അപകടം പറ്റിയോ എന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീടാണ് കാര്യം മനസ്സിലായത്. അത് രണ ഫാത്തിമയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എന്നാൽ അനീഷിൻ്റെ അടുത്ത് അത് വില പോയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ അനീഷ് വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അനീഷിനെ എണീപ്പിക്കാനായിട്ട് അവിടെ നടന്ന പിടിവലിയുടെ ഇടയിൽ അനീഷ് തലകുത്തനെ വീഴുന്നവരെയുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അനീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സത്യം പറഞ്ഞാൽ വളരെ രസകരമായ രീതിയിൽ തന്നെ ലൈവ് മുന്നോട്ട് പോവുകയാണ്. ഈ ലൈവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അനീഷ് ആരുമായിട്ടും സഹകരിക്കാൻ തയ്യാറല്ല. അനീഷ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയൊക്കെ ആവാവുന്നതാണ്. എന്നാൽ അനീഷ് അതിനൊന്നും തയ്യാറല്ല. എല്ലായ്പ്പോഴും റാങ്കും ടാസ്കൊക്കെ തന്നെയും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാറ്. ഒന്നാം റാങ്ക് നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം മത്സരങ്ങളിലൊക്കെ തന്നെയും പിടിവലികളൊക്കെ തന്നെയും മറ്റു മത്സരാർത്ഥികൾ കൂടുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നാം സ്ഥാനം നേടിയ ഒരു വ്യക്തി, ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരാൾ, അയാൾ ഒന്നാം സ്ഥാനത്തിന് അർഹരല്ല എന്നുണ്ടെങ്കിൽ പോലും അത് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞാൽ പോലും അയാൾ അത് ഒരിക്കൽ പോലും അംഗീകരിക്കില്ല. ഒന്നാം സ്ഥാനം കിട്ടണം എന്ന് മാത്രമേ ഏതൊരു വ്യക്തിയും ചിന്തിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ അനീഷും ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ വെറുപ്പിക്കലും കൂടെ അനീഷ് എപ്പിസോഡുകളിൽ കാഴ്ചവെക്കുന്നുണ്ട്.